ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഫലവൃക്ഷത്തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇത് വന്നിട്ട് പുളിഞ്ചിക്കയാണ്. നമ്മുടെ നാട്ടിലേക്ക് പുളിഞ്ചിക്ക എന്ന് പറയും. ചില നാട്ടിലിതിന് ഇരുമ്പാമ്പുളി എന്ന് പറയും. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ അവിടെയൊക്കെ പറയുന്ന പേര് ഇരുമ്പാമ്പുളി എന്നാണ്. ഇതും ഞാൻ ബുഷായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഒരു 6 അടി ഹൈറ്റ്. എൻ്റെ കയ്യിലുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും മാക്സിമം ഒരു 6 അടി മുകളിൽ ഹൈറ്റ് പോകരുതെന്നാണ് എൻ്റെ പ്ലാൻ. ഇത് നല്ല പുളിയാണ്. ഇത് കറിയിലിടാനും അച്ചാറുണ്ടാക്കാനും സൂപ്പറാണ്. ശരിക്കും ഇതിൻ്റെ അച്ചാർ അന്യായ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്ന് മാത്രമല്ല, വീട്ടിൽ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഉമ്മ അത് സൂപ്പറായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു വൃക്ഷം എല്ലാ വീട്ടിലും ഉള്ളത് നല്ലതാണ്. പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനമാണ് കുറ്റിമുല്ല. നേരത്തെ എൻ്റെ കയ്യിൽ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും ഞാൻ ഒരു 3-4 മൂട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ഇളയ മോക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പൂക്കൾ വന്നാൽ നിറയെ വരും. ഞാനിപ്പോൾ ഇത് ബുഷാക്കി കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇതിൽ നിറച്ച് പൂ പിടിച്ച് നിന്ന് കാണാനുള്ള ഒരു ഭംഗി കണ്ണിനും മനസ്സിനും വല്ലാതെ കുളിർന്നു വരും. ഇതും ഈ പറഞ്ഞ പോലെ എല്ലാ വീടുകളിലും ഒരു 4-5 ചട്ടി ഉണ്ടെങ്കിൽ ഒറ്റ ചട്ടി മതി. അതിൽ പൂ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സൂപ്പറായിട്ട് പിടിക്കും. പയറിൻ്റെയും പാവലിൻ്റെയും വിത്തുകൾ പാവിയിരിക്കുകയാണ്. അത്യാവശ്യം ഇനി താങ്ങ് കൊടുത്ത് പടർത്താൻ സമയമായി. എന്തായാലും ഇപ്രാവശ്യം കീടങ്ങളുടെ ശല്യമൊന്നുമില്ല. സാധാരണ ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കീടങ്ങൾ. ഈശ്വരാനുഗ്രഹം ഇപ്രാവശ്യം കൃത്യമായിട്ട് അതിൻ്റെ കീടങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല പച്ചപ്പായിട്ട് പച്ചക്കറി വയ്ക്കുന്നുണ്ട്. ഇനി ചെറിയൊരു പന്തലുണ്ടാക്കി ഇതിനങ്ങ് പടർത്തി വിടണം. അതാണ് അടുത്ത പ്ലാൻ. അത് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ്. ഇത് നാരകം അറിയാമല്ലോ. ഈ കുട്ടികൾക്കെല്ലാം കഫമൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിന് വേറെന്തോ ഒരു പേരും കൂടെ ഉണ്ട്. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇന്ന് വീഡിയോ ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ.